തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകാട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയാ. വിനായക മുരുക. നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഭരത്തിരി സ്വാമി. ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനേ. നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയൂന്റെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. ഇങ്ങ് വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. എത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് പോയല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്ക് കൊടുത്താൽ മതി. എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന പിശാച? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല, സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ, ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ, ഇപ്പൊ കൂടുതലായി. വേണ്ട, ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാറിട്ടിരിക്കുന്ന പേരാ. ഹലോ. ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നും ഇല്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാ. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവർ എന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവർ നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ ഞാൻ മാറ്റോണ്ടോ കേട്ടോ. മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. അല്ല, സാറ് മുകുന്ദ സാറിനെ ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ എങ്ങനെ? എന്താ പൊതിയില്? ചായക്കുള്ള ഫ്ലാസ്ക്. ആദ്യം നീ അതിന് ഉടുപ്പുണ്ടായിട്ടേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മൂന്നും കാണട്ടെ. ഓട് പ്യൂണ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക്. എടാ മോനെ ശശി. വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെ അല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കും ഒന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല, ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ മേടിച്ചിട്ടോടാ. ചെല്ലടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യം എരുമേനെ കെട്ടിരുന്ന സ്ഥല. അല്ല, അന്തോണി സാറെന്താ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ടം തിന്നണെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണം എന്നൊരു പഴഞ്ചൊല്ലില്ലേ? അല്ലെങ്കിൽ സാറ് ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ? എന്താ, മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിൽക്കോ? അതില്ല. ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന് കുട്ടികളില്ല കേട്ടോ. ಅದಂದಿನಡ ಪನ್ನಿಪ್ಪ പറഞ്ഞത് ಅಲ್ಲ ಪಿನ್ನೀಡು ವರೆ ಅವಸರ ಗಿಟ್ಟಿಲ್ಲ ಇವನು ಎಲ್ಲಿ ಹೋಗಿದಾನೆ ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ ಸೋಂಬೇರಿ ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು തമാശ തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട് സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ഭാര്യ പേടിച്ചിട്ടാ ബാങ്കിൽ ക്രിസ്ത്യാനി ഭാര്യ വീട്ടിൽ ഹിന്ദു എന്താ പറഞ്ഞേ അല്ല സാറ് വലിയ മനുഷ്യൻ അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ ಇಲ್ಲ ಇದೆಯಾ ಊಟದಕ್ಕೆ 5 kg ಬೇಳೆ ಅರ್ಧ kg
ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮ್ಯಾಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ. ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ നീലവ്വ. ആ ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ. നീലവ്വ, മുന്തിരി. ಅವಳು ಯಾರು? അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേര് മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. ನಿನ್ ಮಗನ? ആ എന്റെ പുന്നാര മോൻ. ದೇವ್ರೆ, ಶರಣಪ್ಪ ಹೇಳಿದ್ ನಿಜಾನ? ನಿನಗ್ ಬೇರೆ ಮಗನ? ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ. ആൾ ഇനി ഇവിടെ തന്നെ താമസം. നീ ഹോഗി 3 ടീ തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട്ട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ, അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കുക. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. കറക്കടാ കറക്കടാ, ആഞ്ഞ് കറക്കടാ. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റ് കൊള്ളണമെന്ന് തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റുകൊണ്ടോളാം. വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും. സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവതായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്. ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരം സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങണില്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രക്ഷയുണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ ഇന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. താ പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ. ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ ಅಯ್ಯೋ, സാർ, 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 സാർ. ഫാൻ ശരിയായി. സാർ, 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 മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? സാർ, സാർ, സാർ. ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. ಸರ್, സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ, അല്ല സാർ. ಸರಿಯಾಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാനെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി. എല്ലാം ശരിയാവും. വാ. അല്ലെങ്കിൽ എന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തി വെക്കുന്ന. ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. കേറ്. പെട്ടെന്ന് കറിയോ. ആ, പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ. മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല. എനിക്ക് ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ,
ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാച എനിക്കൊന്നും അറിയേയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് കൊള്ളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് കൊള്ളിക്കാം. സാർ ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇവിടെ നോക്കണം. പെൺകൊണ്ടാ മുന്തിരി, നീ ബേജാറാകപ്പെടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? സാർ, ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ. തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത്. അത് സത്യ. അയാൾ വന്നാല് കുറച്ച് പ്രശ്നം തന്നെ. തിമ്മയ്യന് അയാളാരാ? അയാൾക്ക് എന്റെ ബാങ്കുമായിട്ട് ബന്ധം? സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ, അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല. പിന്നെ സാറേ, ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടാരിക്കും ഒക്കെ 2000-3000 വച്ച് തിമ്മയ്യന്റെ കടം വാങ്ങി. അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിൽ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെച്ചു. അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ? മാനേജർ കൊടുക്കില്ലല്ലോ. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ. അതും തിമ്മയ്യന്റെ ശിങ്കിടികൾക്ക് മാത്രം. അല്ല, ഇതെന്താ കളിമണ്ണ് ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല, സാറിന് ഇനി സമയമുണ്ടല്ലോ. അല്ല പിന്നെ ഞാൻ ബാ, ആ കള്ളക്കാള വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനമാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരാം. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലുപിടിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി പ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ಒಳಗ್ ಬಂದ್ ಕೂತ್ಕೊಳ್ಳಿ, ಮಜ್ಜಿಗೆ ಕುಡಿಯೋಣ. എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞ് തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. നോക്കിക്കോ. ನಿಮಗೇನಾಯ್ತು? ತಲೆ ಸುತ್ತತಾ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും. ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാനെന്തിനാ തന്നോട് സമാനം പറയണേ? താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാൽ മതി. സമ്മതമല്ല. എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കാ ഉള്ളത്. എന്താ? ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ. ചേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക്. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറിനെ ബാങ്കിൽ നിളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയനാ. ആ ഹൃദയത്തിൽ ഓട്ടയുണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ.
തിമ്മേ മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. അതെ. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കടോ. അല്ല തന്നോടേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ കഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ. ശശി ആ പശുവിനെ അഴിച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കും ഞങ്ങള്. ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ എനിക്ക്? അറിയാമോ തനിക്ക്? കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ബർമുഡ ഹള്ളിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരെ വേണമെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരമല്ലേ വലുതേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കണത്? നമ്മെ പശുവിനെ കഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്, നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ലേ ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ? അതെ. അപ്പൊ ഈ കയറ് എനിക്ക് അടിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്ന് ലോണായിട്ട് താ. എടോ പശുവിനെ പിടിച്ചോണ്ട് വാടോ. സാറല്ലേ ഓഫീസർ, സാറ് ജപ്തി ചെയ്തോണ്ടോ? ഞാൻ ജപ്തി ചെയ്തിരിക്കണു, താൻ കൂട്ടിക്കൊണ്ടു വാ. വിളിക്കുമ്പോ കൂടെ വരാൻ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇഡിയറ്റ്. ഇടി കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചു തരാം. കോഴിയാ. ഇനി കൊണ്ടു. പശു, ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്ക്. ഓടല്ലേ പശു, പശു. പശു എന്തെങ്കിലും ഓടിക്കല്ലേ, ഞാൻ പറയുന്നത് കേട്ട്. ദാദാജി എന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓടുക? ഇനി ഭ്രാന്താണോ? നീ വാ. ഞാൻ ആരാന്ന് വിചാരിച്ചാ? അയ്യോ! പശു, പശു. പശു. പശു, പശു. അയ്യോ, ഛെ, ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. വാ. ശശി, എന്താ സാർ? ഇവളെന്തിനാ അവരുടെ കൂടെ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാള് രാധയാ. എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല, സാറിന് തോന്നിയോ? എനിക്കും തോന്നില്ല. തോന്നിയില്ല. അതെ, എല്ലാവരും അകത്ത് കടത്തി വിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രം മതി. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിൽക്കുക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട. കുട്ടി മതി, മതി. രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ഇത് ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ് എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്ന പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാനിപ്പോ എല്ലാം നുണയാന്ന് പറയും. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്നാ തെളിവ് തരാം.
ഇവര് പറഞ്ഞത് ശരിയാ. 70 ആൾക്കാരുടെ പേരിൽ ഇവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമാണങ്ങള് പണയം വെച്ചതിന് രേഖയുണ്ട്. പണം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരുടെ പേരും തുക എഴുതിയ ലിസ്റ്റാണത്. മാതപ്പ 10,000 രൂപ, മഹാദേവ 15,000, മണികണ്ഠൻ 15,000, ദൊഡ്ഡണ്ണ 8,000, നാച്ചപ്പ 25,000, ചന്ദ്രപ്പൻ 60,000 രൂപ. 60,000 രൂപ. വരാൻ അതിനല്ലാന്ന് വാ വാ ഇങ്ങോട്ട് വരാൻ. എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയെന്നെ, കഥ കിടക്കാൻ പിന്നെ പ്രശ്നമില്ലല്ലോ. വാ കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന ആ പാർത്തനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. എന്നിട്ട് എന്റെ സാറേ, പിന്നീട് ഉണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാര് മുഴുവനും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് എന്നിട്ട് എന്റെ സാറേ, ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ നേരെ ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാര് എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം. ഇനി ഭയങ്കര രസ. കാക്കു വരൂ. അന്തോണി വരൂ. ആ ഗ്ലാസ്സും ഉണ്ടാ? ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ.